നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി. കണ്ണീർക്കടലായി വണ്ടാനം മെഡിക്കൽ കോളേജ്. തേങ്ങലോട് സഹപാഠികളും അധ്യാപകരും. ആദരാഞ്ജലി അർപ്പിച്ച് ഗവർണറും മന്ത്രിമാരും. 3 പേരുടെ സംസ്കാരം നടത്തി. KSRTC ഡ്രൈവറെ പ്രതി ചേർത്ത് പോലീസ് FIR. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചു കുഞ്ഞിനോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. പോക്സോ കേസിൽ 3 ആയമാർ അറസ്റ്റിൽ. 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കുവൈറ്റിൽ സർക്കാർ ജോലികൾ സ്വദേശിവൽക്കരിക്കുന്ന സിവിൽ സർവീസ് തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം വിദേശ ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നത് വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിൽ. ഈ മാസം 20 മുതൽ അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസ് ആരംഭിക്കുന്നു. നിലവിൽ സർവീസ് ജനുവരി 15 വരെ. യാത്രക്കാരുണ്ടെങ്കിൽ സർവീസ് നീട്ടിയേക്കും. കൊല്ലം വെളിനല്ലൂരിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തം. പ്ലാന്റിലെ ദുർഗന്ധവും പുറന്തള്ളുന്ന മാലിന്യവും സമീപവാസികളെ രോഗികളാക്കുന്നു എന്ന് പരാതി. അമൃത ന്യൂസ് സ്പെഷ്യൽ. കണ്ണീർക്കടലായി വണ്ടാനം മെഡിക്കൽ കോളേജ്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വിട നൽകി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കിഡായി ബസ്സിലിടിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. മെഡിക്കൽ സ്വപ്നങ്ങൾ പൂവണിയേണ്ട കോളേജ് അങ്കണത്തിലേക്ക് ചേതനയറ്റ ആ 5 മൃതശരീരങ്ങൾ എത്തിച്ചപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് കണ്ണീർ മഴയിൽ നനഞ്ഞു. പ്രിയ വിദ്യാർത്ഥികളെ അവസാനമായി ഒരു നോക്കു കാണുവാനെത്തിയവരെല്ലാം കണ്ണീർ പൊഴിച്ചാണ് പൊതുദർശനം നടന്ന മെഡിക്കൽ കോളേജ് ലൈബ്രറി ഹാളിൽ നിന്ന് മടങ്ങിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 12 മണിയോടെയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കോളേജിലേക്ക് എത്തിച്ചത്. കനത്ത മഴയും റോഡിലെ കാഴ്ച മങ്ങിയതും 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ 11 പേർ കയറിയതും അപകടത്തിന്റെ ആഘാതം കൂടാൻ കാരണമായി. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കിഡായി KSRTC ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറയുന്നത് സ്കിഡായി പോയതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. സ്കിഡായി പോകാനുള്ള കാരണം പല കാര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും മഴയും റോഡിലെ ഈർപ്പവും എല്ലാം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ വണ്ടിയുടെ പഴക്കവും വണ്ടിയിലുണ്ടായിരുന്ന പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള പാസഞ്ചർ ഉണ്ടായിരുന്നതും ഒരു കാരണമാണ്. രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് സഹപാഠികൾ പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള ടവേര കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര. 8 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനത്തിൽ 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ കാണാൻ തിരിച്ച സംഘത്തിൽ 13 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേർ കാറിലും 2 പേർ ബൈക്കിലുമായിരുന്നു. പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കോട്ടയം സ്വദേശി ആയുഷ് ഷാജി, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, മലപ്പുറം സ്വദേശി ദേവനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനവും ലോക്കായി. ഓടിക്കൂടിയ നാട്ടുകാർ കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ബസിന്റെ മുൻ സീറ്റിലിരുന്ന 4 പേർക്കും പരിക്കേറ്റു. അതേസമയം ചികിത്സയിലുള്ള 6 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 3 പേരുടെ നില ഗുരുതരമാണെന്നും വേണ്ട ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അപ്പം മറ്റ് 6 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ പരിക്കുകളില്ല. ബാക്കി 5 പേരിൽ 2 പേർക്ക് നേരിയ പരിക്കുകളുണ്ട്. എന്നാൽ 3 പേർ വെന്റിലേറ്റഡ് ആണ്. 3 പേരിൽ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിരുന്നു, ബ്രെയിൻ സർജറി ചെയ്തിരുന്നു. ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണുള്ളത്. ആ 3 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അമൃത ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ KSRTC ഡ്രൈവറെ പ്രതി ചേർത്ത് പോലീസ് FIR. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചു എന്നാണ് കേസ്. ആദ്യം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIR എന്ന് പോലീസ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ, ദൃക്സാക്ഷിമൊഴികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസിൽ മാറ്റം വരുമെന്നും പോലീസ് വ്യക്തമാക്കി.
ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. അപകടം ഉണ്ടാകാനിടയായ സാഹചര്യം പരിശോധിക്കണമെന്നും റോഡിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും വി ഡി സതീശൻ കോഴിക്കോട് പറഞ്ഞു. നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട്, സർക്കാർ അത് പരിശോധിക്കണം. ഈ അപകടം അതിന്റെ ഭാഗമെന്ന് പറയുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെ കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച 3 ആയമാരെ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു. 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അറിയിച്ചു. ശിശുക്ഷേമ സമിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. കുറ്റകൃത്യം ഒളിപ്പിച്ചുവെന്നും ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. അനാഥരും നിരാലംബരുമായ കുഞ്ഞുങ്ങളെ സർക്കാരിന്റെ അധീനതയിൽ സംരക്ഷിച്ചു പോരുന്ന ശിശുക്ഷേമ സമിതിയിലാണ് ഒരു കുഞ്ഞ് കൊടും ക്രൂരതയ്ക്കിരയായത്. സംരക്ഷിക്കേണ്ട കരങ്ങളിൽ നിന്നു തന്നെ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്നു. രാത്രി കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആയമാർ 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആയമാർ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് വാവിട്ട് നിലവിളിച്ച കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ അധികൃതരെ അറിയിക്കുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുഞ്ഞിന് ക്രൂരമായി ഉപദ്രവമേറ്റതായി കണ്ടെത്തുകയും ചെയ്തു. മ്യൂസിയം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുകയും കുറ്റക്കാരായ 3 പേർ അറസ്റ്റിലാകുകയും ചെയ്തു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 പേർക്കെതിരെ പോക്സോ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അറിയിച്ചു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ശിശുക്ഷേമ സമിതി ഇല്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഭരണസമിതിയല്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യശ്രദ്ധ വന്നുടൻ തന്നെ നടപടിയിലേക്ക് പോയത്. കുട്ടിയുടെ ബട്ടക്സിൽ നുള്ളിയ മുറിപ്പാടാണ് ശ്രദ്ധ വന്നത്. അപ്പോൾ തന്നെ കുട്ടിയുടെ മെഡിക്കൽ എടുക്കാനും മറ്റ് നിയമപരമായ നടപടി സ്വീകരിക്കാനും സമിതി തീരുമാനിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. കുറ്റകൃത്യം മറച്ചുവെച്ചുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതിയിലേക്ക് തള്ളിക്കയറി. ജീവനക്കാരും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് എത്തി പ്രവർത്തകരെ മാറ്റി. അതേസമയം കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആയമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ എല്ലാം അവസാനിപ്പിച്ചുവെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിൽ സർക്കാർ ജോലികൾ സ്വദേശിവൽക്കരിക്കുന്നത് സംബന്ധിച്ച് സിവിൽ സർവീസ് തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം വിദേശ ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിലാണ് നിലവിൽ ഏറ്റവും കുറവുണ്ടായിരിക്കുന്നത്. മന്ത്രാലയത്തിലെ പ്രവാസി ജീവനക്കാരുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിൽ 1362 ജീവനക്കാരിൽ നിന്ന് 871 കുറഞ്ഞതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. 2017 മന്ത്രാലയം 20,440 ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് എന്നും 19,078 സ്വദേശി ജീവനക്കാർ സ്വദേശികളാണെന്നും ഇതിൽ 1362 വിദേശി ജീവനക്കാർ ഉണ്ടെന്നും അടുത്തിടെ വന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 20 മുതൽ അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസ് ആരംഭിക്കുന്നു. ജനുവരി 15 വരെയാണ് നിലവിൽ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യാത്രക്കാരുണ്ടെങ്കിൽ സർവീസ് നീട്ടിയേക്കും. അബുദാബിയിൽ നിന്ന് പുലർച്ചെ 1:30 പുറപ്പെട്ട അടുത്ത ദിവസം രാവിലെ 6:45 കോഴിക്കോടേക്ക് എത്തുന്ന വിധത്തിലാണ് സമയക്രമം. തിരികെ രാത്രി 9:50 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട പ്രാദേശിക സമയം 12:30 അബുദാബിയിലെത്തും. നിലവിൽ ദമാം, ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിലേക്കാണ് കോഴിക്കോട് നിന്ന് ഇൻഡിഗോ രാജ്യാന്തര സർവീസ് നടത്തുന്നത്. ജനജീവിതം ദുസ്സഹമാക്കി കൊല്ലം വെളിനല്ലൂരിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്ലാന്റിലെ ദുർഗന്ധവും പുറന്തള്ളുന്ന മാലിന്യവും നാട്ടുകാരെ രോഗികളാക്കുന്നു എന്നാണ് ആക്ഷേപം. 3 വർഷങ്ങൾക്ക് മുമ്പാണ് വെളിനല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാലിൽ സ്വകാര്യ വ്യക്തി അത്യാധുനിക സംവിധാനത്തോടെ ഒരു പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. കൊല്ലം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും അറവു മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ എത്തിച്ച് സംസ്കരിക്കും. അറവു മാലിന്യം സംസ്കരിച്ച് കോഴിത്തീറ്റയും വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവുമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ പ്രദേശത്ത് ദുർഗന്ധം തുടങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ പ്രതിഷേധം ശക്തമായി. പ്രതിഷേധത്തെ തുടർന്ന് ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം പ്ലാന്റ് അടഞ്ഞുകിടന്നു. പ്ലാന്റ് പുനരാരംഭിക്കുന്നതിനാവശ്യമായ കോടതി ഉത്തരവ് ഉൾപ്പെടെ നേടിയെടുത്ത പ്ലാന്റ് ഉടമ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ നാട്ടിലെ പ്രധാന ജലസ്രോതസ്സായ ചാത്തൻപാറയിലേക്കും
കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഫാക്ടറിയിലെ മലിനജലം ഒഴുകിയെത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉയരുന്ന രൂക്ഷമായ ദുർഗന്ധവും വാതകവും പ്രദേശത്ത് പരക്കുന്നതായും പരാതിയുണ്ട്. ഏറ്റവും ഒടുവിൽ കളക്ടറേറ്റ് മാർച്ച് വരെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ നിയമതടസ്സങ്ങൾ നിരത്തി അധികാരികൾ പ്ലാന്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം പ്ലാന്റിന്റെ പ്രവർത്തനം കൃത്യമായ നിയമ സംവിധാനങ്ങളോടെയാണെന്നാണ് പ്ലാന്റ് അധികൃതരുടെ വാദം. ഒരു നാടിൻ്റെയാകെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കി കുട്ടികളെ അടക്കം രോഗികളാക്കി ജനജീവിതം ദുസ്സഹമാക്കി പ്രവർത്തിക്കുന്ന ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്. അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഭരണകൂടം. ഇതിനെതിരെയാണ് മുളയറച്ചാലിൽ പ്രതിഷേധം ശക്തമാകുന്നത്. ക്യാമറമാൻ പ്രദീപ് ആളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. മുളയറച്ചാൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ജില്ലാ കളക്ടർക്കും പോലീസ് അധികാരികൾക്കും പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിഷേധിക്കുന്നവരെ പോലീസ് കയ്യേറ്റം ചെയ്യുകയും കള്ളക്കേസുകളിൽ കുടുക്കുകയും ചെയ്യുന്നുവെന്നും സമരക്കാർ ആരോപിക്കുന്നു. പ്ലാന്റ് മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പ്രതികരിക്കുന്നു. സാറിൻ്റെ മൂക്കിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ അന്ന് വിശ്വസിച്ചെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത്രയും ജനങ്ങൾ വന്നിട്ട് ബാക്കി എല്ലാവരും പൊത്തി. അതായത് നമ്മൾ ഞാൻ ഹാർട്ടിൻ്റെ 2 ഓപ്പറേഷൻ കഴിഞ്ഞ് പേസ് മേക്കർ വെച്ചതെന്ന് വെച്ചാൽ ഞാൻ അവിടെ അരമണിക്കൂറിൽ നിന്ന് ഞാൻ ബോധം കെട്ട് വീഴും. ഞങ്ങൾക്ക് കഴിയാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ഒരു തരത്തിലും കിടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വെപ്രാളപ്പെട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഞങ്ങൾ എടുത്ത് ചാടുക, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അകത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യട്ടെന്ന് ഞങ്ങൾ. ഈ കമ്മീഷൻ വന്നപ്പോൾ പ്ലാന്റ് നിർത്തിയിട്ട് 3 മാസമായി. സ്വാഭാവികമായിട്ട് 3 മാസമായപ്പോൾ അവിടെ യാതൊരു സ്മെല്ലുമില്ല. ഇതിന് പല ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനൊരു അനുമതി മേടിച്ചിരിക്കുന്നത്. ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടിക്കാരെയും കബളിപ്പിച്ചുകൊണ്ട് ഇവർ തുടങ്ങുകയാണ് ഉണ്ടായത്. കൂടുതൽ ഗൾഫ് വാർത്തകൾ നോക്കാം. സൗദിയിലെ ജിദ്ദയിൽ 4ാമത് റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഡിസംബർ 5-ന് തുടക്കമാകും. 10 നാൾ നീണ്ടു നിൽക്കുന്ന റെഡ് സീ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ജിദ്ദ നഗരം അണിഞ്ഞൊരുങ്ങി. പ്രമുഖ അമേരിക്കൻ ചലച്ചിത്രകാരൻ നിക്കോളാസ് കേജ് ആയിരിക്കും മേളയുടെ ആദ്യ ദിവസത്തെ ആതിഥേയൻ. സിനിമാ പ്രദർശനത്തിനോടൊപ്പം സിനിമയുടെ ഭാവുകത്വത്തെക്കുറിച്ച് അറിയാനുള്ള സദസ്സുകളും സംവാദങ്ങളും വർക്ക്ഷോപ്പുകളും ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തുമെന്ന് റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിന്റെ 4ാം എഡിഷന്റെ സംഘാടകർ അറിയിച്ചു. സൗദിയിൽ നിന്നുള്ള സിനിമകളും അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ സിനിമകളും പുതിയ തലമുറയെ പരിചയപ്പെടുത്തും. ഈജിപ്ഷ്യൻ സഹകരണത്തോടെ സൗദി നിർമ്മിച്ച ദ ടെയിൽ ഓഫ് ഡേയ്സ് ഫാമിലി എന്ന ചിത്രമാണ് ഉദ്ഘാടന ദിവസം പ്രദർശിപ്പിക്കുക. കുവൈറ്റിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ലംഘിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഓപ്പറേറ്റർമാർക്ക് മുന്നറിയിപ്പ് നൽകി. വിമാനയാത്രയിൽ പുകവലി നിരോധനം സംബന്ധിച്ച ഭേദഗതികളിൽ പിഴ 50,000 മുതൽ 2 ലക്ഷം കുവൈറ്റി ദിനാർ വരെ എത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഫ്ലൈറ്റുകളിൽ വിമാന ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടുന്ന പുകവലി സംഭവങ്ങളുടെ 1-ലധികം റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് DGCA എയർ ഓപ്പറേറ്റർമാർക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. വിമാനയാത്രയ്ക്കിടെ പുകവലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്രൂ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് DCGA എയർ ഓപ്പറേറ്റർമാരോട് അഭ്യർത്ഥിച്ചു. കിങ് അബ്ദുൾ അസീസ് ഒട്ടകോത്സവം 9ാം പതിപ്പിന് ആവേശകരമായ തുടക്കമായി. സൗദി തലസ്ഥാന നഗരിയായ റിയാദിലെ സഹായിദിലാണ് ഒട്ടകോത്സവം വാർഷികോത്സവത്തിന്റെ പുതിയ പതിപ്പ് ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള ഒട്ടക ഉടമകളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന ഒരു മത്സര അന്തരീക്ഷത്തിൽ വിവിധ നിറങ്ങളിലും വിഭാഗങ്ങളിലുമുള്ള ഒട്ടകങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് മത്സരം വേദിയാകും. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നേർക്കാഴ്ചകൾ പ്രദർശിപ്പിക്കുന്ന അൽ ഉഖൈലാത്ത് മ്യൂസിയം, പരമ്പരാഗത വ്യവസായങ്ങളുടെ സർഗാത്മകതയെ ആഘോഷിക്കുന്ന കരകൗശല പ്രദർശനങ്ങൾ എന്നിവ പോലുള്ള വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ഉത്സവത്തിലുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കക്കേസിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി. 6 പള്ളികളുടെ ഭരണനിർവഹണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് യാക്കോബായ സഭയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സെമിത്തേരി അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും നൽകണം. ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എറണാകുളം, പാലക്കാട് ജില്ലകളിലായുള്ള 6 പള്ളികളുടെ ഭരണം കൈമാറിയെന്ന സത്യവാങ്മൂലം 2 ആഴ്ചയ്ക്കുള്ളിൽ യാക്കോബായ സഭ സുപ്രീംകോടതിക്ക് കൈമാറാനാണ് നിർദ്ദേശം. പള്ളികളിലെ സെമിത്തേരി, സ്കൂളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കരുതെന്ന് സുപ്രീംകോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്.
മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കാനാണ് സുപ്രീംകോടതി ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. 2017 വിധി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത യാക്കോബായ വിഭാഗത്തിന്റെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. യാക്കോബായ സഭയുടെ ആവശ്യങ്ങൾ കേൾക്കണമെങ്കിൽ പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പള്ളികൾ മതസ്ഥാപനങ്ങളാണ്. അവിടേക്ക് പോലീസിനെ അയക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഭരണം ഏറ്റെടുത്തു നൽകണമെന്നാവശ്യപ്പെടുന്നവർ പള്ളികളുടെ കണക്കുകൾ കൂടി സർക്കാരിനെ ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. യാക്കോബായ സഭയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭയ്ക്കായി ഹാജരായ സീനിയർ അഭിഭാഷകൻ കൃഷ്ണൻ വേണുഗോപാൽ സുപ്രീംകോടതിയിൽ ആരോപിച്ചു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുണ്ടെന്നും ആര് ആർക്ക് പിന്തുണ നൽകുന്നു എന്നത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV. തൃക്കാക്കര നഗരസഭ മുൻ ചെയർപേഴ്സണും കൗൺസിലറുമായ അജിത തങ്കപ്പനെ അയോഗ്യയാക്കി. തുടർച്ചയായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് നടപടി. അതേസമയം നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അജിത തങ്കപ്പൻ പ്രതികരിച്ചു. 9 മാസം തുടർച്ചയായി സ്ഥിരം സമിതി യോഗത്തിൽ അജിത തങ്കപ്പൻ പങ്കെടുത്തിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ അയോഗ്യയാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടായത്. കൗൺസിലറുടെ വീട്ടിലെത്തിയാണ് സെക്രട്ടറി ഉത്തരവ് കൈമാറിയത്. എന്നാൽ ആരോഗ്യ കാരണങ്ങളാലാണ് മീറ്റിംഗുകളിൽ പങ്കെടുക്കാതിരുന്നതെന്ന് അജിത തങ്കപ്പൻ പറഞ്ഞു. അയോഗ്യ ആക്കിയ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ ആരോപിച്ചു. മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമുക്ക് രേഖാമൂലം നോട്ടീസ് നൽകി ഇന്നുവരെയും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഒരാളെ എങ്ങനെ എത്രത്തോളം തേജോവധം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഇതും അത് തന്നെ. കാരണം ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് തന്നെയാണ്. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാലാണ് ജനങ്ങളിലേക്ക് അഴക്കുമ്പോൾ ജനങ്ങൾക്ക് അതായത് നമ്മുടെ ഒരു അവമതിപ്പ് ഉണ്ടാകും തോന്നിക്കും. അത് തന്നെ ഇതിന്റെ ലക്ഷ്യം, വേറൊന്നുമല്ല ഇതിന്റെ ലക്ഷ്യം. പാർട്ടിയുമായി കൂടിയാലോചിച്ചതിനു ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് അജിത തങ്കപ്പൻ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് അജിത തങ്കപ്പൻ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. BJP ഭരിക്കുന്ന പന്തളത്ത് നഗരസഭാധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. നഗരസഭാധ്യക്ഷ സുശീല സന്തോഷ്, ഉപാധ്യക്ഷ U രമ്യ എന്നിവരാണ് രാജിവെച്ചത്. ഇരുവർക്കുമെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ബുധനാഴ്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കാനിരിക്കെയാണ് നാടകീയമായി രാജി പ്രഖ്യാപിച്ചത്. പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ്, ഉപാധ്യക്ഷ U രമ്യ എന്നിവർക്കെതിരെ നവംബർ 22-ന് LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കൗൺസിലറുടെയും സ്വതന്ത്രന്റെയും പിന്തുണയോടെയാണ് നോട്ടീസ് നൽകിയത്. LDFിലെ 9 പേരും BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കൗൺസിലർ KV പ്രഭ, സ്വതന്ത്രൻ, രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നിവരാണ് നോട്ടീസിൽ ഒപ്പിട്ടിട്ടുള്ളത്. LDF കൊണ്ടുവന്ന ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ ബുധനാഴ്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കാനിരിക്കെയാണ് നാടകീയമായി ഇരുവരും സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് സ്വമേധയാ രാജിവെച്ചതെന്ന് ഇരുവരും പ്രതികരിച്ചു. ഒരിക്കലും നാളെ അവിശ്വാസം വന്നിരുന്നെങ്കിൽ അത് പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും ഉണ്ട്. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അപ്പോൾ അതിനെനിക്ക് സമ്മതം കിട്ടി. അങ്ങനെ വ്യക്തിപരമായ ഇരുവരും രാജ്യസന്നദ്ധത അറിയിച്ചപ്പോൾ പാർട്ടി അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും തുടർന്നും BJP തന്നെ ഉറപ്പായും നഗരസഭ ഭരിക്കുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ് പറഞ്ഞു. BJPയെ മാറ്റി നിർത്താൻ LDFും UDFും എന്ത് ശ്രമം നടത്തിയാലും അതൊന്നും വിജയിക്കില്ല. BJP കൗൺസിലർമാരെല്ലാം ഒറ്റക്കെട്ടായി പാർട്ടിയോടൊപ്പം നിൽക്കുമെന്നും VS സൂരജ് പ്രതികരിച്ചു. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും സ്വമേധയാ രാജിവെച്ചാണ്. പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. അവർ വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ നിമിത്തം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. 33 അംഗ കൗൺസിലിൽ BJP 18, LDF 9, UDF 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. അവിശ്വാസ പ്രമേയ ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കെടുക്കേണ്ടെന്ന് കാട്ടി BJP നേതൃത്വം സസ്പെൻഷനിലുള്ള KV പ്രഭയ്ക്കുൾപ്പെടെ എല്ലാ കൗൺസിലർമാർക്കും വിപ്പ് നൽകിയിരുന്നു. പ്രമേയത്തെ പിന്തുണയ്ക്കാൻ പാർട്ടി നേതൃത്വം 4 കോൺഗ്രസ് കൗൺസിലർമാർക്കും UDFിലെ കേരള കോൺഗ്രസ് ജയപ്രതിനിധി KR രവിക്ക് പാർട്ടിയുടെ ജില്ലാ ഘടകവും വിപ്പ് നൽകിയിരുന്നു. നിലവിലെ BJPയിലെ 3 കൗൺസിലർമാർ വിമതരായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കാനാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചത് എന്നാണ് സൂചന. ഇരുവരുടെയും രാജിക്ക് പിന്നാലെ പന്തളത്ത് LDFും UDFും പടക്കം പൊട്ടിച്ചും ആഹ്ലാദ പ്രകടനം നടത്തിയും അത് ആഘോഷിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട.
CPM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ നേരിട്ടെത്തിയാണ് മധുവിനെ BJPയിലേക്ക് ക്ഷണിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് നാളെ അദ്ദേഹം BJP പ്രാഥമിക അംഗത്വം സ്വീകരിക്കും. അതേസമയം പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം നടത്തിയ മധു മുല്ലശ്ശേരിയെ CPMൽ നിന്ന് പുറത്താക്കിയതായി CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയും അറിയിച്ചു. മധുവിന്റെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ DYFIയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മംഗലപുരം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയുടെ BJP പ്രവേശനം സംസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതിനാൽ തന്നെ BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മധു മുല്ലശ്ശേരിയുടെ വീട്ടിൽ നേരിട്ടെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ മധു മുല്ലശ്ശേരി അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറച്ചു കാണാനാകില്ലെന്ന് പറഞ്ഞു. കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളും PV അൻവറും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നതായും മധു മുല്ലശ്ശേരി വ്യക്തമാക്കി. നിരവധി പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലുതാണ്. ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ്. അപ്പോൾ അതും പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മധു മുല്ലശ്ശേരിയുടെ BJP പ്രവേശനം കേരളത്തിലെമ്പാടും BJP പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണെന്ന് VV രാജേഷും മധുവിന്റെ അനുഭവ സമ്പത്ത് സംസ്ഥാനത്ത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് വി മുരളീധരനും പറഞ്ഞു. അതേസമയം പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ മധു മുല്ലശ്ശേരിയെ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയാണെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി അറിയിച്ചു. മധു തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത്. മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. സംഘടനാ ബോധ്യമില്ലാത്ത ഒരാളെ ഏരിയ സെക്രട്ടറിയാക്കിയതിലൂടെ തങ്ങൾക്ക് തെറ്റുപറ്റിയതായി CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. തനിക്കൊപ്പം നിരവധി പ്രവർത്തകർ BJPയിലേക്ക് എത്തുമെന്ന മധു മുല്ലശ്ശേരിയുടെ പ്രസ്താവനയെ ഏറെ പ്രതീക്ഷയോടെയാണ് BJP സംസ്ഥാന നേതൃത്വം കാണുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. Sharanamridam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമല സന്നിധാനത്ത് മഴയ്ക്ക് ശമനം. മണിക്കൂറിൽ 4500 മുകളിൽ തീർത്ഥാടകരാണ് പടി ചവിട്ടി ദർശനം നടത്തിയത്. മഴ മാറി നിന്നതിനാൽ സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് ലഭ്യമായി. ഇന്നലെ പ്രതികൂല കാലാവസ്ഥയിലും 86,688 പേരാണ് ദർശനം നടത്തിയത്. തത്സമയ ബുക്കിംഗിലൂടെ 14,966 പേരും ദർശനം നടത്തി. ഇന്നലെ കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ളവരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുമായ 16,000 മുകളിൽ തീർത്ഥാടകരാണ് എത്തിയത്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ വ്രതാനുഷ്ഠാനങ്ങൾക്കിടയിലെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കരുത് എന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നിലവിൽ 24 മണിക്കൂറും വൈദ്യസഹായം ഉറപ്പാക്കിയുള്ള സന്നിധാനം സർക്കാർ ആശുപത്രി തീർത്ഥാടകരുടെ ആശ്വാസ കേന്ദ്രമായി മാറുകയാണ്. വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനവും ആശുപത്രിയിൽ ലഭ്യമാണ്. ശബരിമല നട തുറന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ മലചവിട്ടിയെത്തിയ 7 തീർത്ഥാടകർക്കാണ് ഹൃദയാഘാതം മൂലം ജീവൻ നഷ്ടമായത്. ഇതിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഇവരിൽ പലരും മാലയിട്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഒഴിവാക്കും. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മരുന്നുകൾ കഴിക്കുന്നത് തുടരണമെന്നുമാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതർ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ, ഷുഗറിൻ്റെ ആയിരുന്നാലും BP യുടെ ആയിരുന്നാലും ഹാർട്ടിൻ്റെ പ്രശ്നത്തിനുള്ള മരുന്നുകളായിരുന്നാലും പുണ്യമായിട്ടുള്ള ഈ സ്ഥലത്ത് സന്നിധാനത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് അവരതെല്ലാം മുടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ കഴിയുന്നതും മുടക്കാതെ അത് റെഗുലറായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. മലചവിട്ടി സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സന്നിധാനം സർക്കാർ ആശുപത്രി ഏറെ ആശ്വാസകരവുമായി മാറുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഈ സർക്കാർ ആശുപത്രി. പെട്ടെന്നൊരു ജന്നി പോലെ വന്ന് അങ്ങനെ സന്നിധാനത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അന്നേരം പ്രഷർ കൂടിയതായിരുന്നു. അപ്പം നല്ല ചികിത്സ നല്ല എന്തിനായാലും കുഴപ്പമില്ല, ആൾ നല്ല ഹാപ്പിയായിട്ട് കിടക്കുന്നു.
எல்லாமே நல்லா இருக்குது, எல்லாமே கொடுத்துருக்காங்க. டாக்டர்ஸும் நல்லா பார்க்குறாங்க. அது இல்லாமல் மெடிக்கல்லேயே உங்களுக்கு எல்லா மாத்திரையும் எல்லாமே கேட்குறத கொடுக்குறாங்க. വെന്റിലേറ്റർ, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ യൂണിറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനവും സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പാമ്പ് വിഷബാധയ്ക്ക് നൽകുന്ന ആന്റിവെനവും ഇവിടെ ലഭ്യമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും സേവനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. സന്നിധാനം ആശുപത്രിയിൽ സൗജന്യമായാണ് തീർത്ഥാടകർക്ക് മരുന്ന് വിതരണം. അത്യാഹിത ഘട്ടങ്ങളിൽ സന്നിധാനത്ത് നിന്ന് രോഗികളെ പമ്പയിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യമുണ്ട്. പമ്പ, നിലയ്ക്കൽ, എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മലപ്പുറത്ത് ഹിന്ദു ഐക്യവേദി സമ്മേളനം നടത്തി. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ വേദി സംസ്ഥാന രക്ഷാധികാരി കദംബൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി സ്വാമിനി വരദാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നതായി സൂചന. CPIക്ക് പിന്നാലെ സഖ്യത്തിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും. അദാനി വിഷയത്തിൽ ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടി വിട്ടുനിന്നതോടെയാണ് അനൈക്യം കൂടുതൽ പ്രകടമായത്. കണ്ണൂരേടിയും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ ഇടപെടലുമായി കോടതി. കണ്ണൂർ കളക്ടർ അരുൺ K. വിജയൻ അഴിമതി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്ക് കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, ആരോപണ വിധേയയായ ജില്ലാ കളക്ടർ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ എന്നിവ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. തെളിവുകൾ സംരക്ഷിച്ചില്ലായെങ്കിൽ തുടരന്വേഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ ഭാര്യ K. മഞ്ജുഷയാണ് ഹർജി നൽകിയത്. കേസ് CBIക്ക് വിടണമെന്ന മഞ്ജുഷയുടെ ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് ഈ മാസം 10 വീണ്ടും പരിഗണിക്കും. കോടതി ഉത്തരവുണ്ടായിട്ടും പട്ടയമുള്ള ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടുക്കി ഉപ്പുതറയിലെ കർഷകരും വ്യാപാരികളും. ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിലെ 100 കണക്കിന് ചെറുകിട കർഷകരും വ്യാപാരികളുമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 7ാം മത്സരം സമനിലയിൽ. 3.5 പോയിന്റോടെ ഇന്ത്യൻ താരം ഡി ഗുകേഷും ചൈനയുടെ ഡിങ് ലിറനും സമനില പങ്കിടുകയാണ്. 2 പേർക്കും ഇതുവരെ ഓരോ മത്സരം മാത്രമാണ് ജയിക്കാനായിട്ടുള്ളത്. 14 മത്സരങ്ങളാണ് പരമ്പരയിൽ ആകെയുള്ളത്. ആദ്യം 7 പോയിന്റ് നേടുന്നയാളാണ് വിജയിക്കുക. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.